വെക്റ്റർ സ്പേസ് ഡെഫിനിഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. one example discuss ചെയ്തു. second example. Consider a field F, any field. Then a set of all m by n matrices with entries from the field F. നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുക m by n matrices from entries from F. ഇത് ആ ഫീൽഡ് ഏതാണ് കൺസിഡർ ചെയ്യുന്നത്, ആ ഫീൽഡിൽ നിന്ന് എൻട്രീസ് വരുന്ന m by n മെട്രിക്സുകളുടെ കളക്ഷൻ. ഈ കളക്ഷൻ കൺസിഡർ ചെയ്യുക. ഇതാണ് നമ്മുടെ ബി സെറ്റ് ഫീൽഡ് എഫ്. നമുക്ക് രണ്ട് ഓപ്പറേഷൻ വേണം. അഡീഷൻ. നമ്മൾ രണ്ട് മെട്രിക്സുകൾ m by n മെട്രിക്സസ് എയും ബിയും കൺസിഡർ ചെയ്യുക. എ പ്ലസ് ബി ഡിഫൈൻ ചെയ്യുന്നത് എ പ്ലസ് ബിയുടെ ഐ ജെത്ത് എലമെൻ്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് സെയിം ആസ് ദ ഐ ജെത്ത് എലമെൻറ്റ് ഓഫ് എ പ്ലസ് ദ ഐ ജെത്ത് എലമെൻറ്റ് ഓഫ് ബി. ആ രീതിയിൽ അഡീഷൻ ഡിഫൈൻ ചെയ്യുക. അതായത് രണ്ട് m by n മെട്രിക്സ് എടുത്താൽ അതിൻ്റെ കോർഡിനേറ്റ് വൈസ് ആഡ് ചെയ്യുക. ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റും എയുടെ ഫസ്റ്റ് റോയുടെ ഫസ്റ്റ് എലമെൻറ്റും ബിയുടെ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റും നമ്മൾ ആഡ് ചെയ്യുക. അതായത് ജനറലായിട്ട് പറഞ്ഞാൽ എയുടെ ഐ ജെത്ത് എലമെൻറ്റും ബിയുടെ ഐ ജെത്ത് എലമെൻറ്റും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എ ബിയുടെ ഐ ജെത്ത് എലമെൻറ്റ് കിട്ടുക. ഈ രീതിയിൽ നമ്മൾ അഡീഷൻ ഡിഫൈൻ ചെയ്യുന്നു. ദെൻ മൾട്ടിപ്ലിക്കേഷൻ. ഒരു സ്കെയിലാർ സി കൺസിഡർ ചെയ്യുക. എഫിൽ നിന്ന് സി ഇൻറ്റു മെട്രിക്സ് എ കൺസിഡർ ചെയ്യുക. നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് സി എന്ന മെട്രിക്സിൻ്റെ ഐ ജെത്ത് എലമെൻറ്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് സെയിം ആസ് ദ സ്കെയിലാർ സി ഇൻറ്റു എയുടെ ഐ ജെത്ത് എലമെൻറ്റ് ഓഫ് ഉള്ളൂ. സ്കെയിലാർ കൊണ്ട് മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ അതിൽ ഓരോ കോർഡിനേറ്റ്സിനെ സ്കെയിലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഈ രീതിയിൽ നമ്മൾ അഡീഷണൽ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ ഡിഫൈൻ ചെയ്താൽ ദിസ് ബി ദാറ്റ് ഈസ് ദ സെറ്റ് ഓഫ് ഓൾ m by n മെട്രിക്സ് ഓവർ എഫ് ഈസ് എ വെക്റ്റർ സ്പേസ് ഓവർ ദ ഫീൽഡ് എഫ്. ഇറ്റ്സ് എ വെക്റ്റർ സ്പേസ്. ഒരു പർട്ടിക്കുലർ എക്സാമ്പിൾ, സപ്പോസ് നമ്മൾ ഫീൽഡ് ആറാണ് നമ്മൾ ഫീൽഡായിട്ട് എടുക്കുന്നതെങ്കിൽ നമുക്ക് രണ്ട് മെട്രിക്സ് സപ്പോസ് m 3/2 ഓവർ ആർ, അതായത് 3/2 മെട്രിക്സ് ഓവർ ആർ കൺസിഡർ ചെയ്യുന്നു. രണ്ട് 3/2 മെട്രിക്സ്, അതായത് 3 റോസും 2 കോളംസും 1 2 3 0 2 -1 2 കോളംസ് ആണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് 3 കോളംസ് വേണ്ട, 2 കോളംസ്. then third row -1 2. ഒരു മെട്രിക്സ് ആയി another matrix -1 0 3 -1 0 5. ഈ രണ്ട് മെട്രിക്സ് നമ്മൾ ആഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞിരിക്കുന്ന കോർഡിനേറ്റ് വൈസ് അഡീഷൻ. അതായത് ഫസ്റ്റ് ആഡ് ചെയ്യുന്നു 1 + -1 0, then 2 + 0 2, 0 + 3 3, 2 + -1 that is 1, -1 + 0 -1, 2 + 5 7. ഞാൻ അഡീഷൻ പറഞ്ഞിരിക്കുന്നത് എ പ്ലസ് ബിയുടെ ഐ ജെത്ത് എലമെൻ്റ് എന്ന് പറയുന്നത് എയുടെ ഐ ജെത്ത് എലമെൻറ്റ് പ്ലസ് ബിയുടെ ഐ ജെത്ത് എലമെൻറ്റ്. സോ ഇവിടുത്തെ എ ഇതും ബി മെട്രിക്സുമായിട്ട് കൺസിഡർ ചെയ്താൽ എയുടെ 1 ഐനായിട്ട് ഫസ്റ്റ് റോ സെക്കൻഡ് കോളം 1 2 A1 2 എന്ന് പറയുന്ന 2 ആണ് ഇവിടെ. B1 2 എന്ന് പറയുന്ന എലമെൻറ്റ് 0. ഇത് രണ്ടും ആഡ് ചെയ്താൽ A1 2 + B1 2 ആഡ് ചെയ്താൽ എ പ്ലസ് ബിയുടെ 1 2 എലമെൻറ്റ് 1 2 എലമെൻറ്റ് അതായത് 2 കിട്ടും. ഓക്കെ, ഇങ്ങനെയാണ് അഡീഷൻ ഡിഫൈൻ ചെയ്യുന്നത്. സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ. ഒരു സ്കെയിലാർ ഫീൽഡാണ്, ഫീൽഡ് ആറാണ് നമ്മുടെ. ഈ ഫീൽഡിൽ നിന്ന് ഒരു സ്കെയിലാർ എടുത്തു, സപ്പോസ് 3 എടുത്തു. then 3 ഇൻറ്റു മെട്രിക്സ്, സപ്പോസ് ഈ മെട്രിക്സ് എ കൺസിഡർ ചെയ്താൽ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഓരോ എൻട്രീസിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 3 × 1 3, 3 × 2 6, 3 × 0 0, 3 × 2 6, then 3 × -1 -3, 3 × 2 6.
അങ്ങനെ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ. ഒരു എക്സാമ്പിളാണ് വെക്റ്റർ സ്പേസിന്. സോ നമുക്ക് ഏത് ഫീൽഡും കൺസിഡർ ചെയ്യാം, ഏത് ഓർഡറുള്ള മെട്രിക്സും കൺസിഡർ ചെയ്യാം. നമുക്ക് ഇൻഫിനിറ്റ്ലി മെനി വെക്റ്റർ സ്പേസ് കിട്ടും. അഡീഷൻ കോർഡിനേറ്റ് വൈസ് അഡീഷൻ എടുക്കുക, കോർഡിനേറ്റ് വൈസ് സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ കൺസിഡർ ചെയ്യുക. ഇറ്റ്സ് വെക്റ്റർ സ്പേസ്. വെക്റ്റർ സ്പേസിൻ്റെ ഒരു എക്സാമ്പിളായി. സെക്കൻഡ് എക്സാമ്പിളായി ഒരു ഫീൽഡ് എഫ് കൺസിഡർ ചെയ്താൽ അതിലെ എൻറ്റിപ്പിൾസിൻ്റെ കളക്ഷൻ ഒരു വെക്റ്റർ സ്പേസ് ആണ് നമ്മൾ കണ്ടു. ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരു ഫീൽഡ് എഫ് കൺസിഡർ ചെയ്താൽ അതിലുള്ള m×n മെട്രിക്സുകളുടെ കളക്ഷൻ എടുത്താൽ ദാറ്റ്സ് അഗെയിൻ എ വെക്റ്റർ സ്പേസ്. നൗ തേർഡ് എക്സാമ്പിൾ, example 3. S be any non-empty set. Non-empty set. ഒരു എലമെൻ്റ് എങ്കിലും ആ സെറ്റിൽ ഉണ്ടായിരിക്കണം. F be any field. Any field. ഏതെങ്കിലും ഒരു non-empty സെറ്റ് എടുക്കുക, ഒരു ഫീൽഡ് കൺസിഡർ ചെയ്യുക. നൗ ഈ എസ്സിൽ നിന്ന്, ഈ നോൺ-എംപ്റ്റി സെറ്റിൽ നിന്ന് ഈ ഫീൽഡിലേക്കുള്ള എല്ലാ ഫങ്ഷൻസും കൺസിഡർ ചെയ്യുക. ഓൾ ഫങ്ഷൻസ്, ഇങ്ങനത്തുള്ള എല്ലാ ഫങ്ഷൻസും അതിൻ്റെ കളക്ഷനെ നമ്മൾ സ്ക്രിപ്റ്റ് എഫ് എഫ് എന്ന് ഡിനോട്ട് ചെയ്യും. അതുകൊണ്ട് മെയിൻ ചെയ്യുന്നത് എസ്സിൽ നിന്ന് എഫിലേക്കുള്ള എല്ലാ ഫങ്ഷൻസിൻ്റെയും കളക്ഷൻ. ഓൾ സെറ്റ് ഓഫ് ഓൾ ഫങ്ഷൻസ് ഫ്രം എസ് ഇൻ ടു എഫ്. ദാറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ എഫ് എസ് എഫ്. Now, this collection over the field F, the given field, is a vector space. നമുക്ക് അവിടെ ഒരു അഡീഷനും സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷനും നമ്മളിങ്ങനെ ഡിഫൈൻ ചെയ്യുന്നു. എഫ് പ്ലസ് ജി, രണ്ട് ഫംഗ്ഷൻ എടുത്താണ് എഫും ജിയും. ഇത് രണ്ട് ഫങ്ഷൻസ് ആണെങ്കിൽ, രണ്ട് എലമെൻറ്റ്സ് ആണെങ്കിൽ എഫ് പ്ലസ് ജി ഡിഫൈൻ ചെയ്യുന്നത്. എഫ് പ്ലസ് ജി ഇസ് എ ഫംഗ്ഷൻ. സോ എഫ് പ്ലസ് ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ്. അങ്ങനെ അഡീഷൻ ഡിഫൈൻ ചെയ്യുന്നു. then നമുക്കൊരു ഓപ്പറേഷൻ കൂടി വേണം, സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ. സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ, C is any scalar, that is C is an element from F, and C into F is defined as C into F of x is equal to C into F of x എന്ന് ഡിഫൈൻ ചെയ്യാം. ഈ രീതിയിൽ അഡീഷണൽ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ this set is a vector space over the given field. The field is a vector space over the field F. Okay. Now, okay, next example 4. Example 4 ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് പോളിനോമിയൽ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഒരു പോളിനോമിയലിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് എന്തായിരുന്നു? is the degree largest exponent of x that appears in the representation. ഒരു polynomial f of x equal to an x raised to n plus an minus 1 x raised to n minus 1 plus etc plus a naught. ഈ പോളിനോമിയലിൻ്റെ കോഎഫിഷ്യന്റ് a naught equal to 0 ആണെങ്കിൽ ഇതിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് n. ലാർജസ്റ്റ് എക്സ്പൊണൻറ്റ് ഓഫ് എക്സ്, അതിന് എന്താണോ വരുന്നത് ദാറ്റ്സ് ദ ഡിഗ്രി. ഓക്കെ. ദെൻ ഒരു കോൺസ്റ്റൻറ്റ് പോളിനോമിയൽ കൺസിഡർ ചെയ്താൽ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എ നോട്ട് അല്ലെങ്കിൽ ഒരു സി കോൺസ്റ്റൻറ്റ്, നമുക്ക് സി എന്നെടുത്താൽ ഈ പോളിനോമിയലിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് 0. അഗെയിൻ 0 പോളിനോമിയലിൻ്റെ ഡിഗ്രി നമ്മൾ -1 എന്ന് ഡിഫൈൻ ചെയ്യുന്നു. 0 പോളിനോമിയലിൻ്റെ ഡിഗ്രി എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന പോളിനോമിയലിൻ്റെ ഡിഗ്രി -1 എന്ന് മനസ്സിൽ പറഞ്ഞു ചെയ്യണം. ഡിഗ്രി -1. നമ്മൾ സാധാരണ കോൺസ്റ്റൻറ്റ് പോളിനോമിയലിൻ്റെ ഡിഗ്രി 0 എന്ന് പറയും. ഇപ്പോൾ നോൺ സീറോ കോൺസ്റ്റൻറ്റ് പോളിനോമിയലിൻ്റെ ഡിഗ്രി 0 ആയിട്ട് 0 പോളിനോമിയലിൻ്റെ ഡിഗ്രി -1 ആയിട്ട് കൺസിഡർ ചെയ്യുന്നു, ഡിഫൈൻ ചെയ്യുന്നു. ദെൻ ഒരു വെക്റ്റർ സ്പേസ് സെറ്റ് ഓഫ് ഓൾ പോളിനോമിയൽസ് വിത്ത് കോഎഫിഷ്യൻസ് ഫ്രം എ ഫീൽഡ് എഫ്. അതായത് നമുക്ക് ആദ്യം ഒരു ഫീൽഡ് വേണം. എഫ് ഇസ് എനി ഫീൽഡ്, നമ്മളൊരു ഫീൽഡ് എഫ് കൺസിഡർ ചെയ്യുന്നു. Then set of all polynomials with the coefficient from the field F. ഈ ഫീൽഡിൽ നിന്ന് കോഎഫിഷ്യൻ്റ് വരുന്ന എല്ലാ പോളിനോമിയൽസിൻ്റെ കളക്ഷൻ എടുക്കുക, എല്ലാ പോളിനോമിയൽസും എടുക്കുക. അതിന് നമ്മൾ പി എഫ് എന്ന് ഡിനോട്ട് ചെയ്യുന്നു. അതായത് കോഎഫിഷ്യൻസ് A1 A2 ഇവിടെ A0 A1 A2 എക്സെട്ര n -1 an. ഈ കോഎഫിഷ്യൻസ് എല്ലാം ഫീൽഡിൽ നിന്നായിരിക്കണം. അങ്ങനെ നമുക്ക് എഴുതാവുന്ന എല്ലാ പോളിനോമിയൽസും എടുക്കുക.
ആ പോളിനോമിയൽസിൻ്റെ കളക്ഷനാണ് പോളിനോമിയലിൻ്റെ സിമ്പലാണ് P of f. Set of all polynomials with the coefficient from the field n. Then this set is a vector space over f with the operation f plus g of x is equal to അതായത് രണ്ട് പോളിനോമിയൽ അതായത് എഫ് ഓഫ് എക്സ് നമ്മളിവിടെ ഓൾറെഡി തന്നിട്ടുണ്ട് ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് ജി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു അനദർ പോളിനോമിയൽ ബി n x raised to n plus bn minus 1 x raised to n minus 1 plus etc. b naught. അങ്ങനെ ജി ഓഫ് എക്സ് എന്ന പോളിനോമിയൽ ഉണ്ടെങ്കിൽ എഫ് പ്ലസ് ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്ന് ഡിഫൈൻ ചെയ്യുന്നത് കറസ്പോണ്ടിങ് ടേംസ് നമ്മൾ ആഡ് ചെയ്യുന്നു. അതായത് എ എൻ പ്ലസ് ബി എൻ ഈ രണ്ട് ടേം നമ്മൾ ആഡ് ചെയ്യുന്നു. എൻ പ്ലസ് ബി എൻ ഇൻറ്റു എക്സ് എൻ സാധാരണ നമ്മൾ പോളിനോമിയൽ അഡീഷൻ പ്ലസ് എ എൻ മൈനസ് 1 പ്ലസ് ബി എൻ മൈനസ് 1 എക്സ് എൻ മൈനസ് 1 പ്ലസ് എക്സെട്ര പ്ലസ് എ നോട്ട് പ്ലസ് ബി നോട്ട് അങ്ങനെ അഡീഷൻ ഡിഫൈൻ ചെയ്യുന്നു. ദെൻ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ C into F. C into F of x is equal to scalar എന്ന് പറയുന്നത് C from F equal to C into F എന്ന് പറയുന്നത് ഇതാണ്. ഓരോ ടേമിനെ C കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. C a n x raised to n plus C a n minus 1 x raised to n minus 1 plus etc. plus C a naught. പിന്നെ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ P of F is a vector space. Okay.